ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, അഥവാ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്ന് 8 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മുടെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ട് എഴുതാൻ, അല്ലെങ്കിൽ നമ്മുടെ വിഭജനത്തിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 8 മാർക്കിൻ്റെ എസ്സേ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാർട്ടീഷൻ അഥവാ വിഭജനം നടന്നതെന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ആ ഒരു ടൈമിൽ തന്നെയാണ്. അതായത് ഓഗസ്റ്റ് 14-15 ആ ഒരു ഡേറ്റിൽ എന്താണ് 1947 തന്നെയാണ്, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ടൈമിൽ തന്നെയാണ് ഇന്ത്യ എന്തായത് 2 രാഷ്ട്രങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഏതൊക്കെ രാഷ്ട്രങ്ങളായിട്ടായിരുന്നു ഇന്ത്യ ഡിവൈഡ് ചെയ്യപ്പെട്ടത്? ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറഞ്ഞിട്ട് 2 രാജ്യങ്ങളായിട്ടായിരുന്നു. ഓക്കെ, ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡിവിഷൻ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച, മുസ്ലിം ലീഗ് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ മുസ്ലിംസിന് വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടനയായിരുന്നു മുസ്ലിം ലീഗ് അല്ലേ. അപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം അഥവാ 2 നാഷൻ തിയറി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, വിഭജനം നടന്നിട്ടുണ്ടായിരുന്നത്, പാർട്ടീഷൻ നടന്നത്. ഓക്കെ, ഇനി മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ലീഡറായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, അതൊരു എക്സ്ട്രാ അറിവിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം അഥവാ 2 നാഷൻ തിയറി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, പാർട്ടീഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്തായിരുന്നു. ഓക്കെ, പാർട്ടീഷൻ്റെ എസ്സേ ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ ആദ്യം കാണുന്ന വേർഡാണ് പ്രോസസ് ഓഫ് പാർട്ടീഷൻ അഥവാ വിഭജന പ്രക്രിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ നടത്തിയ പ്രക്രിയ എങ്ങനെയായിരുന്നു, ഏത് പ്രോസസ്സിലൂടെയാണ് നടത്തിയതെന്നുള്ളത് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് മെജോറിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ പാർട്ടീഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. റിലീജിയസ് മെജോറിറ്റീസ് ആണ്, അഥവാ നമുക്കതിനെ മലയാളത്തിൽ പറയാം മതഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, മതഭൂരിപക്ഷമാണ്, റിലീജിയസ് മെജോറിറ്റീസ് ആണ് എന്ന് പറയുമ്പോൾ മുസ്ലിംസ് കൂടുതലുള്ളത്. ഓക്കെ, മുസ്ലിംസ് ഭൂരിപക്ഷമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രാഷ്ട്രമായിട്ട് മാറ്റുന്നു. അതുപോലെ നോൺ മുസ്ലിംസ് അല്ലേ, മുസ്ലിങ്ങളല്ലാത്ത ബാക്കിയുള്ള മതവിശ്വാസികളുള്ള എല്ലാ റീജൻസിനെയും കൂട്ടിച്ചേർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റുന്നു. അങ്ങനെ 2ആയിട്ട് ഇന്ത്യയെ വിഭജിക്കുന്നു. അതാണ് റിലീജിയസ് മെജോറിറ്റീസ് അഥവാ എന്താണ് മതഭൂരിപക്ഷം എന്ന് പറയുന്ന ആ ഒരു തത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വേർഡ് നിങ്ങൾ ഫസ്റ്റ് അവിടെ എഴുതിക്കൊള്ളണം, റിലീജിയസ് മെജോറിറ്റീസ് അഥവാ മതഭൂരിപക്ഷം അല്ലേ. ആ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജനം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളെല്ലാം പാകിസ്ഥാനായിട്ടും ഇനി മുസ്ലിങ്ങളല്ലാത്ത ബാക്കിയുള്ള മതവിഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഇന്ത്യയായിട്ടും 2ആയിട്ട് എന്ത് ചെയ്യാണ്, വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിലീജിയസ് മെജോറിറ്റീസിൻ്റെ ബേസിൽ ഡിവിഷൻ നടത്തുക എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു പ്രക്രിയയ്ക്ക് എന്തുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 4 പോയിൻറ്റ്സ് ആയിട്ട് നമ്മളവിടെ 4 പ്രോബ്ലംസിനെ പറ്റിയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തായിരുന്നു, നമ്മുടെ മുസ്ലിങ്ങൾ എല്ലാവരും ഒരുമിച്ച്, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രത്യേക റീജിയൻ നമ്മുടെ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നില്ല. വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ന റീജിയൻസിൽ ഇത്രയും മുസ്ലിങ്ങളാണ് ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ കൂടുതലുള്ളത് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു പ്രദേശവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പകരം ഇന്ത്യയിൽ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, സ്പ്രെഡായിട്ട് കിടക്കുകയായിരുന്നു ചെയ്തത്. ഒരു റീജിയനിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നില്ല, പകരം ഇങ്ങനെ പലയിടത്തുമായിട്ടായിരുന്നു മുസ്ലിം ജനവിഭാഗങ്ങൾ എന്ത് ചെയ്തത്, താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഈ ലീഡേഴ്സ് നോക്കിയ ടൈമിൽ അവർക്ക് മനസ്സിലായി നമ്മുടെ ഇന്ത്യയിലെ വെസ്റ്റ് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും കുറച്ച് മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി, കുറച്ച് കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തും എന്ത് ചെയ്തു, മുസ്ലിം ജനസംഖ്യ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ ഇന്ത്യ എടുക്കുമ്പോൾ പടിഞ്ഞാറ് ഒരു ഭാഗത്തും കിഴക്ക് വേറൊരു ഭാഗത്തുമാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 2 റീജൻസിനെയും തമ്മിൽ യോജിപ്പിച്ചെടുത്ത് പാകിസ്ഥാനാക്കി മാറ്റുക എന്നുള്ളത് അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും എന്ന് പറഞ്ഞിട്ട് 2 പ്രത്യേക പ്രദേശങ്ങളായിട്ടാണ് പാകിസ്ഥാൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്.
ക്ലിയർ ആയോ? വെസ്റ്റ് പാകിസ്ഥാൻ, പടിഞ്ഞാറ് പാകിസ്ഥാൻ എന്നും അതുപോലെ തന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ, കിഴക്ക് പാകിസ്ഥാൻ എന്നും പറഞ്ഞ് രണ്ടായിട്ടായിരുന്നു അവിടെ എന്ത് ചെയ്തത്, പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക. ഈ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മാപ്പ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ഇത് പറയുമ്പോൾ അതിൽ നമുക്കറിയാം ഈ വെസ്റ്റ് ഭാഗത്തോട്ട്, പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ പഞ്ചാബ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം ഉള്ളത്. അപ്പോൾ പഞ്ചാബിനെ ഡിവൈഡ് ചെയ്ത്, പഞ്ചാബിൻ്റെ കുറേ പോർഷൻസൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഈ ഒരു സൈഡിൽ നമ്മൾ ഫോം ചെയ്തത്. അതുപോലെ ഇപ്പുറത്തെ വശത്തിൽ എന്തായിരുന്നു സംഭവം? ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെ ബംഗാളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ബംഗാളിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ കിഴക്ക് പാകിസ്ഥാൻ അവിടെ നമ്മൾ എന്ത് ചെയ്തത്, രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറെന്നും കിഴക്കെന്നും പറഞ്ഞിട്ട് രണ്ടായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിവിഷൻ നടത്തി പാകിസ്ഥാനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്തായിരുന്നു ഈ ഒരു പ്രോസസ്സിൻ്റെ, ഈ ഒരു പാർട്ടീഷൻ്റെ പ്രക്രിയയിൽ രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ മുസ്ലിം നേതാക്കന്മാർക്കും ഒന്നും എന്താകണ്ട, പാകിസ്ഥാനിലോട്ട് പോകണമെന്ന് ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അതായത് മുസ്ലിങ്ങളെയും പാകിസ്ഥാനിലോട്ട് വിടണമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ എല്ലാ മുസ്ലിം വിശ്വാസികൾക്കും എന്ത് ചെയ്യേണ്ട, അങ്ങോട്ട് പോകണമായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ എക്സാമ്പിൾ അവിടെ നമ്മൾ മസ്റ്റായിട്ട് എഴുതേണ്ട ഒരു പേരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത് അല്ലേ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അഥവാ നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു നാമമുണ്ടല്ലോ, എന്താണ്, അതിർത്തി ഗാന്ധി അഥവാ എന്താണ്, ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ് നമ്മൾ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് എന്താവണമെന്നില്ലായിരുന്നു, ഇന്ത്യയിൽ തന്നെ നിലനിൽക്കണമെന്നായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്. ഓക്കെ, അതായത് പാകിസ്ഥാനിലോട്ട് പോകണ്ട എന്നുള്ളൊരു ആശയമായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം എവിടത്തെ നേതാവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസിലെ നേതാവായിരുന്നു ആര്, നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അഥവാ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നേതാവായിരുന്നു ആര്, നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അവിടുത്തെ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പ്രോവിൻസ്, ആ ഒരു പ്രവിശ്യനെ എന്താണ്, പാകിസ്ഥാനിലോട്ട് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു ആർക്കുണ്ടായിരുന്നത്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്തില്ല, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് ഓക്കെ ആക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവിശ്യനെ എന്ത് ചെയ്തു, പാകിസ്ഥാനോടൊപ്പം കൂട്ടിച്ചേർക്കുകയുണ്ടായി അവസാനം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇനി മൂന്നാമത്തെ ഒരു ഇഷ്യൂ ആയിട്ട്, പ്രോബ്ലമായിട്ട് നമ്മൾ തേർഡ് പ്രോബ്ലമായിട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പഞ്ചാബിനെ ബംഗാളിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനുമാക്കി മാറ്റിയത്. പടിഞ്ഞാറും കിഴക്കുമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പഞ്ചാബിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ ഈ രണ്ട് പ്രദേശങ്ങളിലും എന്തായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അവിടെ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും അവിടെ ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത ജനങ്ങളും ഉണ്ടായിരുന്നു, അമുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ മുസ്ലിം അല്ലാത്ത ബാക്കി മതത്തിലുള്ള ആൾക്കാരും ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ്? പഞ്ചാബിലും ബംഗാളിലും. മനസ്സിലായല്ലോ? ഓക്കെ, പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ അത് വലിയ പ്രദേശങ്ങളായിരുന്നു. മനസ്സിലായോ? അതായത് ചില പഞ്ചാബിലെയും ബംഗാളിലെയും ചില വലിയ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഈ അമുസ്ലിങ്ങളായിട്ടുള്ള, മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ അധിവസിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അവരെന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെയുള്ള മനുഷ്യർക്ക് പാകിസ്ഥാനിലോട്ട് പോകാൻ പറ്റുമോ? അല്ലേ, അവർ മുസ്ലിങ്ങളല്ല. ഓക്കെ, അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറുകയല്ലേ. അപ്പോൾ അതിന് ഗവൺമെൻറ് അന്ന് അവരോട് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ പ്ലേസിന്, ആ ഒരു റീജിയനെ എന്താക്കാം, ഒരു ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള താഴെ തട്ടുകളിലോ ഒക്കെ ആയിട്ട് ഡിവിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഒരു ഡിവിഷൻ അവർക്ക് താലൂക്കുകളായിട്ട് മാറ്റുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ജില്ലകളായിട്ടോ താലൂക്കുകളാക്കി മാറ്റുകയോ ഒക്കെ ചെയ്യാം അങ്ങനെയുള്ള പ്രദേശങ്ങളെ എന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നുവെങ്കിലും, നമ്മൾ ഈ ഒരു കറക്റ്റ് പാർട്ടീഷനൊക്കെ നടക്കുന്ന ടൈമിൽ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ, പഞ്ചാബിലും ബംഗാളിലും ഉള്ള എന്താണ്, അമുസ്ലിങ്ങളായിട്ടുള്ള, മുസ്ലിം വിശ്വാസികളല്ലാത്ത ആൾക്കാരുണ്ടായിരുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ പ്രദേശങ്ങളെ ജില്ലകളായിട്ടോ താലൂക്കുകളായിട്ടോ മാറ്റാമെന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് എന്ത് ചെയ്തില്ല, ഗവൺമെൻറ് അത് മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് ആ പാർട്ടീഷൻ നടക്കുന്ന ടൈമിൽ പോലും ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക്, അവർ മുസ്ലിങ്ങളല്ല, ഓക്കെ ഒന്ന് ഓർത്തോളാം, അവർ മുസ്ലിങ്ങളല്ല, പക്ഷേ അവർ പാകിസ്ഥാനിലോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല അവരിനി ഇന്ത്യയിലാണോ നിൽക്കേണ്ടി വരിക അതോ ഇനി പാകിസ്ഥാനിലോട്ട് പോവേണ്ടി വരുമോ എന്നുള്ളത് അവർക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ മൈനോറിറ്റീസ് അഥവാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നത്തെയാണ്. എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ലടാ, നമ്മുടെ പാകിസ്ഥാനിൽ
മുസ്ലിങ്ങളാണ് പോകേണ്ടത്. പക്ഷേ പാകിസ്ഥാന് കൊടുത്ത പ്രദേശങ്ങളിലൊക്കെയും ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും അതുപോലെ തന്നെ സിഖുകാരും ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരവിടെ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. അതുപോലെ ഇന്ത്യയിലും എന്തുണ്ടായിരുന്നു? മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ ആ ഒരു കാര്യം എന്താണെന്നുള്ളത്? പാകിസ്ഥാനിൽ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു, ഹിന്ദുക്കളും സിഖുകാരായിട്ടുള്ള ആൾക്കാർ. അവിടെ മുസ്ലിങ്ങളാണ് പോകേണ്ടത്, പക്ഷേ ഹിന്ദുക്കളും സിഖുകാരുണ്ടായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാതെ ബാക്കിയുള്ള മതസ്ഥരാണ് നിൽക്കേണ്ടത്. എന്നാൽ ഇന്ത്യയിൽ എവിടെ എന്തുണ്ടായിരുന്നു? മുസ്ലിംസും കുറച്ച് പേരുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ന്യൂനപക്ഷങ്ങൾ അഥവാ മൈനോറിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് പാകിസ്ഥാനിൽ എന്താണ്, മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ നമുക്ക് എന്തായിട്ട് പറയാം? നമ്മുടെ ന്യൂനപക്ഷങ്ങളായിട്ട് പറയാം. അതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരെ നമുക്ക് ന്യൂനപക്ഷമായിട്ട് പറയാം. കാരണം അവരെവിടെ നിൽക്കേണ്ടവരല്ല, പാകിസ്ഥാനിലോട്ട് പോവേണ്ടതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് അന്ന് അവിടെ പറയുന്നത്. അതൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ മൈനോറിറ്റീസ് ആയതുകൊണ്ട് തന്നെ, ന്യൂനപക്ഷം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാതെ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ സിമ്പിളായിട്ട് എഴുതിയാൽ മതി മൈനോറിറ്റീസിൻ്റെ പ്രശ്നം. അവിടെ ഇതുപോലെ ഹിന്ദുസും സിഖുകാർ അവിടെ ഉണ്ടായിരുന്നു, അവിടെ മുസ്ലിംസ് ഉണ്ടായിരുന്നു എന്നുള്ള ലെവലിൽ പോയിൻറ്റ്സ് ആയിട്ട് അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി നമ്മുടെ എസ്സേയുടെ ബാക്കി ഭാഗമാണ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ അഥവാ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ എഴുതി തുടങ്ങുക, നമ്മുടെ വിഭജനം എന്ന് പറയുന്നത് വളരെയധികം അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ. അതായത് പ്രത്യേകിച്ചൊരു ആസൂത്രണമൊന്നും ഇല്ലാത്തൊരു എന്താ പറയുക, ഒരു കാര്യമായിരുന്നു ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് അല്ലേ. പെട്ടെന്നാണ് എന്ത് ചെയ്തത്, ടു നേഷൻ തിയറി മുന്നോട്ട് വരുന്നു. അങ്ങനെ പെട്ടെന്നാണ് തട്ടിക്കൂട്ടി എന്ന് പറയുന്ന പോലെ പെട്ടെന്നാണ് ഈ ഒരു കാര്യമെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ ഇത് വലിയ തരത്തിലുള്ളൊരു ഇമ്പാക്റ്റാണ്, വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാതമാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഒരു പാർട്ടീഷൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിനെ നെഗറ്റീവായിട്ടുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ അവിടെ എഴുതിക്കൊള്ളണം. മനസ്സിലായോ? അൺപ്ലാൻഡ് ആയിരുന്നു. പിന്നെ എവിടെ ആക്ച്വലി എന്താ ചെയ്തത്, ഒരു വലിയൊരു ഒരു വലിയ സ്ട്രെങ്ത് ഹ്യൂമൻ പോപ്പുലേഷനെ അല്ലെ, ഒരു വലിയ ജനക്കൂട്ടത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്തത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട്, അതും പ്രത്യേകിച്ചൊരു രാഷ്ട്രമാക്കി മാറ്റി നമ്മൾ വേറൊരു രാജ്യത്തോട്ട് അവരെ ഒറ്റയടിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ. പൂർവികരായിട്ടൊക്കെ താമസിച്ച് വന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്നായിരിക്കും എന്ത് ചെയ്തത്, ഈ ആൾക്കാർ വേറെ സ്ഥലങ്ങളിലോട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക, അവരതുവരെ സംരക്ഷിച്ചു വന്ന, അവരതുവരെ കരുതി കൂട്ടിയ വസ്തുക്കൾ അല്ലേ, സ്വത്തുവകകൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്, അവിടെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് പോവേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ. എല്ലാം കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് അല്ലേ പോവേണ്ട ഒരു സിറ്റുവേഷൻ. അത് വളരെയധികം ട്രാജിക് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, അവർക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലേ. പിന്നെ ഇങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഓക്കെ, അത് പോട്ടെ, ഈ പോകുന്ന യാത്രയിലുണ്ടല്ലോ വളരെയധികം പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു ട്രെയിൻ കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടോ, ഈ ട്രെയിൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ട്രെയിനകത്തും ആൾക്കാർ, പുറത്തും ആൾക്കാർ, എല്ലായിടത്തും ആൾക്കാരാണല്ലേ. അത്രയും നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട അത്രയും ലക്ഷം ജനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇങ്ങനെ പോകുന്ന ഒരു ജേണി എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ആ ഒരു സമയത്ത് ഈ യാത്രയിൽ നടന്ന ഒരു ദുരിതങ്ങളായിട്ട് നമുക്ക് പറയാം, സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരെയൊക്കെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, പിന്നെ അത് മാത്രമല്ലടേ, അത് കഴിഞ്ഞിട്ട് ഈ അവരെ എന്താ പറയുക, അബ്ഡക്റ്റ് ചെയ്ത് ഈ ഒരു ആളിനെ കൊണ്ടുതന്നെ അവരെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ അത്രയും അത്രയും സീവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു പാർട്ടീഷൻ്റെ ഈ ഒരു ടൈമിൽ ഉണ്ടായത്. ഓക്കെ, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിമൻ റേപ്പൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ എന്താ ചെയ്തതെന്നറിയോ, ഈ ഫാമിലീസിലുള്ള എൽഡേഴ്സ് ഉണ്ടല്ലോ, മുതിർന്ന പൗരന്മാരില്ലേ അല്ലെ, ഗൃഹനാഥന്മാരുണ്ടല്ലോ, അവരുടെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ അവർ തന്നെ കൊന്നു കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അതൊക്കെ എന്തുമാത്രം ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് പേര് ഈ അതിർത്തി കടന്നതെന്ന് പറയുന്നത് ഈ ട്രാവൽ ചെയ്യാൻ പറ്റാത്തവരൊക്കെ എന്ത് ചെയ്യുന്നു, കാൽനടയായിട്ട് പോയവരുണ്ട്. അപ്പോൾ അതിനിടയിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഈ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട് അല്ലേ, അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ, അവരുടെ സ്വത്തുവകകളെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്നുണ്ട്.
ഇനി നിങ്ങൾ വളരെയധികം ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം പറയാം. ഇങ്ങനെ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് പോവുകയാണ്, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലോട്ട് പോവുകയാണ്, നമ്മൾ ഒട്ടും പറ്റാതെ നമ്മൾ പോവുകയാണ്, നമ്മൾ ഒരുപാട് ദുരിതമൊക്കെ അനുഭവിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ എത്തപ്പെടുന്ന പ്രദേശത്ത് നമ്മളെ എങ്ങനെയായിരിക്കും അവർ കണക്കാക്കുന്നുണ്ടാവുക? നമ്മൾ അവിടുത്തെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു വരൂ, എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് നമ്മളെ വെൽക്കം ചെയ്ത് നിർത്തൂ? ഇല്ല, അവിടെ അവരെന്തായി മാറുകയാണ്? റെഫ്യൂജീസ് അഥവാ അഭയാർത്ഥികളായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, ഒരുപാട് മനുഷ്യർ അന്ന് എന്ത് ചെയ്തു? റെഫ്യൂജീസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, അഭയാർത്ഥികൾ. ഈ അഭയാർത്ഥികളുടെ പ്രശ്നം എന്താണ്? ഓക്കെ, അഭയാർത്ഥികളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള ഭക്ഷണമോ വെള്ളമോ പിന്നെ അതുമാത്രമല്ല ആരോഗ്യ സംരക്ഷണമോ ഒന്നും കിട്ടണമെന്നില്ല. അതുമാത്രമല്ല അവർക്ക് ജോലി ഉണ്ടാവത്തില്ല, വരുമാനം ഉണ്ടാവത്തില്ല. പിന്നെ പറയണോ, മൊത്തം ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ തന്നെയായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഏകദേശം ഇങ്ങനെ 8 മുതൽ 10 ലക്ഷം വരെ ആൾക്കാരാണ് നമ്മുടെ പാർട്ടീഷൻ സമയത്ത് എന്ത് ചെയ്തത്? ഈ പറയുന്ന പോലെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 80 ലക്ഷം ആൾക്കാരായിരുന്നു നമ്മൾ ഫോഴ്സ്ഫുള്ളി, ഓക്കെ, ഇവരൊന്നും ഇഷ്ടപ്രകാരമല്ല, നമ്മൾ അവരെ നിർബന്ധപൂർവമായിരുന്നു അവരെന്ത് ചെയ്തത്? ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ മറ്റ് പ്രദേശത്തിലോട്ടൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തത്? പാലായനം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ആ റേറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. 80 ലക്ഷം ആൾക്കാരായിരുന്നു മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി പോയിട്ടുണ്ടായിരുന്നത്, 80 ലക്ഷം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 8 മുതൽ 10 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തു? ഈ മൊത്തത്തിൽ ഈ ഒരു വിഭജന സമയത്ത് കൊല്ലപ്പെടുകയുണ്ടായി. ഈ ഒരു സമയത്തുണ്ടായ അക്രമങ്ങളിലൊക്കെ എന്ത് ചെയ്തു? 8 മുതൽ 10 ലക്ഷം വരെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെഫ്യൂജി പ്രോബ്ലം ഈ ഒരു റേറ്റും ഒക്കെ നമ്മൾ പറഞ്ഞു വരിക. ഇനി ഈ ഒരു പാർട്ടീഷനെ റെഫർ ചെയ്യുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇതാണ് പാർട്ടീഷൻ ഓഫ് ഹാർട്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായി? ഹൃദയത്തിൻ്റെ വിഭജനം എന്നാണ് നമ്മൾ പറയുന്നത്, പാർട്ടീഷൻ ഓഫ് ഹാർട്ട്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടേമുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിഭജനത്തിനായിട്ട് ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ വസ്തുവകകൾ, ഓക്കെ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്വത്ത്, പണം, സമ്പത്ത് ഇതൊക്കെ ആയിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലേ? എന്ന് പറയുമ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഈ സ്വത്ത് വകകളും ഒക്കെ ഡിവൈഡ് ചെയ്തെടുത്തു, പണവും സമ്പത്തും എല്ലാം അവർ പരസ്പരം വിഭജിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇതിനോടൊപ്പം തന്നെ അവർ പലതരത്തിലുള്ള മെറ്റീരിയൽസ്, വസ്തുക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ടേബിൾസ്, ചെയർ, ടൈപ്പ് റൈറ്റേഴ്സ്, പേപ്പർ ക്ലിപ്പുകൾ, ബുക്കുകൾ, പിന്നെ എന്തിനേറെ പറയും നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരെ. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള പല തരത്തിലുള്ള ഗവൺമെൻറ് മെഷീനറീസ്, അല്ലേ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വസ്തുക്കൾ വരെ അവർ ഡിവൈഡ് ചെയ്തെടുത്തു. എങ്കിലും മെയിൻലി അവർ ഡിവൈഡ് ചെയ്ത ഈ വസ്തുവകകളും അസറ്റും വെൽത്തും ഒക്കെ തന്നെയാണ് കേട്ടോ. അതിനോടൊപ്പമാണ് ഈ പറയുന്ന എല്ലാ വസ്തുവകകളും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കണ്ടതല്ല ഇവരെന്ത് ചെയ്തു? പരസ്പരം പങ്കുവെച്ച് എടുക്കുകയുണ്ടായെന്ന് പറയാം. ഓക്കെ, അടുത്തിനി നമ്മൾ പറയേണ്ട കാര്യമാണ്, വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ സമയത്ത് ഉണ്ടായ ഒരു കാര്യമായിരുന്നു കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്നത്. കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? രണ്ട് സമുദായങ്ങൾ തമ്മിലാണ്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചും മുസ്ലിംസും നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലായിരുന്നു. അത് മുസ്ലിങ്ങളും പിന്നെന്താണ് മുസ്ലിങ്ങളല്ലാത്ത ബാക്കിയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ, ഹിന്ദുക്കൾ, സിഖുകാരൊക്കെ തമ്മിലുള്ള ഈ ഒരു കലാപം. ഓക്കെ, മുസ്ലിംസും നോൺ മുസ്ലിംസും തമ്മിലുള്ള ഈ ഒരു കലാപങ്ങളും കമ്മ്യൂണൽ വയലൻസുകളൊക്കെ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വയലൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ, റൈറ്റൊക്കെ സംഭവിക്കുമ്പോഴുള്ള കാര്യം എന്തായിരിക്കും? ഇവിടെ ഒരുപാട് ആൾക്കാർ അതിലൊക്കെ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കമ്മ്യൂണൽ സോണുകളായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു സാമുദായിക കലാപങ്ങളുടെ ഒരു മേഖലകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 പ്രദേശങ്ങളായിരുന്നു ലാഹോർ, അമൃത്സർ, കൊൽക്കട്ട. ഇന്നത്തെ കൽക്കട്ടയാണ് കൊൽക്കട്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 പ്രദേശങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എന്താണ് ലാഹോർ, അമൃത്സർ, കൽക്കട്ട എന്ന് പറയുന്നത്, അല്ലേ? പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഈ 3 പ്രദേശങ്ങളിലായിരുന്നു കൂടുതലായിട്ടും ഈ ഒരു മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് എഴുതാൻ ആണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ നമ്മൾ ഈ പോയിൻറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. എന്നിട്ട് ആ ഓരോ പോയിൻറ്റിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതൊരു അൺപ്ലാൻഡ്, ഒരു പ്ലാനിങ് ഇല്ലാതെ നടത്തിയൊരു പ്രക്രിയയായിരുന്നു ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഒരു വലിയൊരു കൂട്ടം ജനസംഖ്യയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു വീടൊക്കെ ഉപേക്ഷിച്ച്, സ്വത്തുവകകളൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ, പ്രശ്നങ്ങൾ, അത് നമ്മളവിടെ എഴുതണം. പിന്നെ ഈ പോകുന്ന ഈ ജേർണിയിൽ, ഈ ഒരു യാത്രയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അല്ലേ, വിമൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ
അന്നേരം ഉണ്ടായ അറ്റാക്സും കില്ലിങ്സും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചു എന്ന് പോയതെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് എഴുതിക്കൊള്ളാം. പിന്നെ അതിനുശേഷം നമ്മൾ പറയണം റെഫ്യൂജി പ്രോബ്ലം നമ്മൾ പറയണം, അഭയാർത്ഥി പ്രശ്നത്തെക്കുറിച്ച് നമ്മളവിടെ പറയണം. പിന്നെന്താണ് 80 ലക്ഷം ആൾക്കാരാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയത്. അതുപോലെ തന്നെ 8 മുതൽ 10 ലക്ഷം ആൾക്കാരായിരുന്നു എന്ത് ചെയ്തത് ഈ ഒരു വയലൻസിലൊക്കെ മൊത്തത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത്രയൊന്നും അല്ല കേട്ടോ, കുറേ ആണ്. ഇതിപ്പോൾ ഒരു ഏകദേശ കണക്കാണ് ഈ 8 മുതൽ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അത് നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഡിവിഷനെ പറ്റിയിട്ട് അല്ലേ, പല കാര്യങ്ങൾ പല വസ്തുക്കളും എന്താ പറയുക വെൽത്തും ഒക്കെ ഇവർ ഡിവൈഡ് ചെയ്തെടുത്ത കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് കമ്മ്യൂണൽ വയലൻസിനെ പറ്റിയിട്ട്. അതിൽ തന്നെ ചില പ്രത്യേക മേഖലകളുണ്ടായിരുന്നു, ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത പോലുള്ള പ്രത്യേക പ്രദേശങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു പാറ്റേൺ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പാർട്ടീഷൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. പിന്നെ പ്രോസസ് ഓഫ് പാർട്ടീഷൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ആ പ്രോസസ്സ് എന്തായിരുന്നു, അവിടെ ഉണ്ടായ പ്രോബ്ലംസ് എന്തായിരുന്നു എന്നുള്ളത് എഴുതുക. അതിനുശേഷം കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ എന്ന് പ്രത്യേകിച്ച് സബ് ഹെഡിങ് കൊടുത്തിട്ട് വേണം കോൺസിക്വൻസസ് പാരഗ്രാഫുകൾ തിരിച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടി. ഒറ്റ പാരഗ്രാഫിലൊന്നും എഴുതി വെക്കരുത്. അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് തിരിച്ച് വേണം ഓരോ കണ്ടൻറ്റ് കയറ്റി വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നിങ്ങൾ ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കുറേ കൂടി പോയിൻറ്റ്സും എക്സ്പ്ലനേഷൻസൊക്കെ കിട്ടും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.